ടാരാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് ബോക്സ് ബൈ രേവതി. അപ്പോൾ അടുത്തിടെ ഞാൻ ഇട്ട കുറേ വീഡിയോസിനകത്ത് വന്നിട്ട് ഫ്രണ്ട്സ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഏട്ടാ നീ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യും, വോയിസിൻ്റെ ക്ലാരിറ്റി ഇഷ്യൂസ് വരുന്നുണ്ട്, അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. മുന്നേ എൻ്റെ കയ്യിലൊരെണ്ണം ഉണ്ടായിരുന്നു, ബട്ട് അത് എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ട് ഒരെണ്ണം സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോളോവേഴ്സിനോട്. അപ്പം എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫോളോവർ എനിക്കൊരെണ്ണം ഗിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. ഞാനും അതിൽ ഹാപ്പി, കാരണം എനിക്ക് കാശ് ചിലവില്ലാതെ മൈക്ക് കിട്ടിയല്ലോ. സജഷൻ ചോദിച്ചപ്പോഴത്തേക്കിനും സാധനം വീട്ടിലെത്തി. എങ്കിൽ നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലോ. ഇവിടെയൊക്കെ തപ്പിപ്പറക്കിയിട്ട് ഒരു കത്രിക ഉണ്ടാകുന്നത് കാണാനില്ലായിരുന്നു. അവസാനം പിന്നെ നെയിലിങ്ങനെ ഈ ഷേപ്പാണ് ഒരു സാധനം ഉണ്ടായിരുന്നത്. ആ ഷേപ്പർ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു വന്നപ്പം അത് ഭയങ്കര കട്ടി കുറവായതുകൊണ്ട് അതിലിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ആ സ്റ്റിക്കർ കുറച്ച് ഇളക്കാൻ പറ്റുന്ന രീതിക്ക് ഇരുന്നത് കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാനതിങ്ങനെ വലിച്ചിളക്കുവാണ്. തെറ്റാ കീറിപ്പോയി ഗൈസ്. ഒരു വൃത്തിയില്ലാതെയാണ് ഞാൻ കീറിയത്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ എൻ്റെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആയിരുന്നു ഇത്. ലൈക്ക് ഞാൻ ഓപ്പൺ ചെയ്യാതെ ഒരു ഇത് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്യുന്നത്. അത് പക്ഷേ അട്ടർ ഫ്ലോപ്പായി. എന്നിരുന്നാലും കുഴപ്പമില്ല ഗൈസ്, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. തെറ്റിൽ നിന്നും അല്ലേ നമ്മൾ ശരിയിലേക്ക് പോകുന്നത്. അങ്ങനെ അത് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് ഞാനും ഓപ്പൺ ചെയ്യുന്നത്. കാരണം അകത്തിരിക്കുന്നത് എങ്ങനത്തെ സാധനമാണെന്ന് കാണാനുള്ളൊരു ആകാംക്ഷ എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം എടുത്തു ഇതൊക്കെ ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കത്രിക ഉണ്ടായിരുന്നെങ്കിൽ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. 2 കീറൽ അങ്ങോട്ടും ഇങ്ങോട്ടും കീറിയിരുന്നെങ്കിൽ പെട്ടെന്ന് കിട്ടിയ അവസാനം എനിക്ക് തന്നെ ചിരി വന്നു. അങ്ങനെ സാധനം ഓപ്പൺ ചെയ്ത് കണ്ടപ്പോഴത്തേക്കിനും ചെറിയൊരു ആശ്വാസമായി. അതിനകത്തെ ആ ബോക്സ് വെളിയിലോട്ട് എടുത്തപ്പോൾ എന്താണ്ടോ ഒരു കുറിപ്പടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനെടുത്ത് വെച്ച് വായിച്ചു നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അതിൻ്റെ എന്തോ ബില്ലെന്താണ്ടോ ആയിരുന്നു. പിന്നെ ഞാനത് ഞങ്ങളുടെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത് ആ ഒരു ബോക്സ് എടുത്തിട്ട് അതിലായിരുന്നു ബാക്കി എൻ്റെ ഷോ ഓഫ് പരിപാടികളൊക്കെ. കുറച്ച് നിങ്ങളും കൂടെ കണ്ടു, എനിക്ക് വിരോധമൊന്നുമില്ല. എനിവേ ഇതായിരുന്നു എനിക്ക് ആ ഗിഫ്റ്റ് ചെയ്തത്. ഗ്രനാറോ അങ്ങനെ എന്തോ ആണ് ആ കമ്പനിയുടെ പേര്, എനിക്കറിയത്തില്ല. പുള്ളി തന്നെ സജസ്റ്റ് ചെയ്തു, പുള്ളി തന്നെ എനിക്ക് ഓർഡർ ചെയ്ത് തരുമായിരുന്നു. അപ്പം ഇനി ഇത് എനിക്ക് പൊട്ടിക്കണം എന്നുള്ളൊരു ഇതായി, ആകാംക്ഷയെ ലേശം കൂടുതലാണ്, കൗതുകമൊക്കെ. അങ്ങനെയെങ്കിൽ ശരി അത് പൊട്ടിക്കാം എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോടാ ഫോട്ടോസൊന്നും എടുത്തില്ലല്ലോ എന്നുള്ളത്. എങ്കിൽ ശരി ഇനി ഒരു ചെറിയ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ ആവാമെന്ന് പറഞ്ഞിട്ട് പാർട്ടി ഷോ തുടങ്ങിയിട്ടുണ്ട്. അതിന് നിങ്ങൾ കുറച്ചു നേരം കണ്ടു. ഞാൻ കണ്ട് മടുത്തു, കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ എടുത്തപ്പോഴത്തേക്കിനും കണ്ട് പുറത്തായിരുന്നു. പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് മറ്റേ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ കുറേ എഫക്റ്റൊക്കെ ഇടാനും കുറേ ക്യൂട്ട് എക്സ്പ്രഷൻ വാരി മെഴുകാനൊക്കെ ഞാൻ ട്രൈ ചെയ്തു ഗൈസ്. ബട്ട് കള്ളവൈബായല്ലോ ഇപ്പോൾ ഞാൻ. അതുകൊണ്ട് അതൊന്നും അങ്ങോട്ട് വലിയ സുഖം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല ഉള്ളതുപോലെയൊന്നും. എന്നാലും കുഴപ്പമില്ല, കാണിക്കാൻ പറ്റുന്ന കോപ്രായങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. എടുത്തെറിഞ്ഞു, തറയിലിട്ടു, 2 വട്ടം തറയിൽ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ തുടക്കത്തിൽ തന്നെ അത് തറയിലാണല്ലോ എന്നുള്ളത്. പിന്നെ ഒരു ആപ്പിൽ കയറ്റി ഇട്ടിട്ടുണ്ടെന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് എഫക്റ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയാണ് ബാക്കി കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ കോപ്രായങ്ങൾക്കൊക്കെ ഒടുവിൽ എങ്കിൽ ശരി ഇതിനുള്ളിൽ എന്താണെന്ന് അറിയണമെന്ന് വീണ്ടും ആകാംക്ഷ മൂത്തല്ലോ. അങ്ങനെ ഈ ആകാംക്ഷ മൂത്ത് പ്രാന്തായിട്ട് ഞാനിവിടെയൊക്കെ തപ്പിപ്പറക്കിയപ്പോൾ എൻ്റെ മെനിക്യൂർ കിറ്റിനകത്തുനിന്ന് എനിക്കൊരു കത്രിക കിട്ടി. എങ്കിൽ ശരി അതെടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ മുകളിലത്തെ ആ പ്ലാസ്റ്റിക് കോട്ടിങ് ഞാൻ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ആവേശം മൂത്തിട്ട് ഞാൻ അങ്ങോട്ട് വലിച്ച് തുറന്നത് മാത്രം ഓർമ്മ ഉണ്ടായിരുന്നു. ദേ എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് കാണണം. ദാ പോയി തറയിൽ. ഫസ്റ്റ് തുടക്കം ഇത് തന്നെയായിരുന്നു. ഫസ്റ്റ് സാധനം തറയിൽ പോയി. പിന്നെ ഞാനത് എടുത്ത് കയ്യിൽ വെച്ചിട്ട് എന്തായിരുന്നല്ലോ ഇത്രയൊക്കെ ആയില്ലേ, ഇനി ബാക്കി നമുക്ക് തുറക്കാം. അങ്ങനെ അടുത്ത പേടി ഇനി തുറന്ന സാധനം കയ്യിലെടുക്കുമ്പോൾ അകത്തിരിക്കുന്നത് തറയിൽ പോകുമെന്നായിരുന്നു. ഭാഗ്യത്തിന് തറയിൽ പോയില്ല. അങ്ങനെ അത് ഓപ്പൺ ചെയ്തെടുത്തപ്പോഴത്തേക്കിന് ഫസ്റ്റ് അതിലൊരു വാറണ്ടി കാർഡായിരുന്നു ഉണ്ടായിരുന്നത്. എന്തിനാണെന്നൊന്നും അറിയില്ല. എന്തെങ്കിലും വാറണ്ടി, അതായത് കംപ്ലയിൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 10 ദിവസത്തിനകത്തോ 30 ദിവസത്തിനകത്തോ എന്തോ കോൺടാക്ട് ചെയ്യാനാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇതായിരുന്നു. എനിക്ക് ആ പാക്കിംഗ് ഇഷ്ടപ്പെട്ടു, ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഞാൻ വെറുതായിട്ട് ഇരുന്ന് ബ്ലാബ്ല അടിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനതിങ്ങനെ എടുത്ത് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് വീണ്ടും തറയിൽ പോകുന്നു. അങ്ങനെ ആ പേടിയെ ഞാൻ തിരിച്ച് മടിയിലേക്ക് വെച്ചിട്ട് പതുക്കെ അത് ഓപ്പൺ ചെയ്ത് വെളിയിലോട്ട് എടുക്കുകയാണ് ചെയ്തത്. ആ ബോക്സ് കണ്ടപ്പോൾ എനിക്ക് സിമിലാരിറ്റി തോന്നി നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ഒക്കെ ഹെഡ്ഫോൺ ഉണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഹെഡ്സെറ്റ് തന്നെ ഇയർഫോൺ ഉണ്ടോണ്ട് പറയുമല്ലോ അതിന്. അതിൻ്റെ അതുപോലത്തെ ഒരു സ്ട്രക്ചറായിരുന്നു. അത് ഓപ്പൺ ചെയ്തപ്പോഴതിനകത്ത് ഞാനിത് ശരിക്കും റിയലായിട്ട്, അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു മൈക്ക് ഞാൻ ബോക്സിനകത്തൊക്കെ കാണുന്നത്. അല്ലാതെ 1-2 വർക്കിൽ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വന്നിട്ട് മാഗ്നറ്റിക് സാധനമായിരുന്നു. അത് അവർ കൊണ്ട് തന്നു വെച്ച് യൂസ് ചെയ്ത് നീക്കി വെച്ചു. ആ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് വലുതായിട്ട് അറിയുന്നത്. സോ ഇത് ഫസ്റ്റ് ടൈം ഇങ്ങനെ നമ്മുടേതെന്ന് പറഞ്ഞൊരു ഓൺ പ്രോപ്പർട്ടി കൈ കിട്ടിയപ്പോഴത്തേക്കും ഒരു ഭയങ്കര
കൊടുക്കണോ എന്നും പറഞ്ഞാണ് ഞാനവിടെ ഇരുന്നത്. ഇതെവിടെ കൊടുക്കാനുള്ളതാണ്, ഇതെവിടെ കണക്ട് ചെയ്യണത്, എന്തിനുള്ളതാണെന്നൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ ശരിക്കും കഴിയുമ്പോൾ ഞാൻ ക്ലിങ് ആയിട്ട് വരുമോ എന്നിട്ട് ആലോചിച്ചിട്ട് ഞാൻ ആ ബോക്സ് അടച്ച് തിരിച്ച് വെച്ചിട്ട് സൈഡിൽ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ലൈക്കൊരു കേബിൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതെടുത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. സാധാരണ എല്ലാത്തിൻ്റെയും കൂടെ കാണുമല്ലോ, ഏതൊരു ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ നമ്മൾ വാങ്ങിച്ചാലും അതിനകത്തൊരു അഡാപ്റ്ററല്ല കേബിൾ ഉണ്ടാവുന്നതാണല്ലോ. അങ്ങനെ കേബിൾ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് പിന്നെ വേറൊരു സാധനം, നമ്മുടെ ഐഫോണിൻ്റെയൊക്കെ പഴയ ഐഫോണിൻ്റെ ചാർജർ പോലത്തെ ഒരു ഇത് വന്നിട്ടുള്ളൊരു ചെറിയ ഇതിനൊക്കെ പേരെന്തോന്ന് പോലും എനിക്കറിയത്തില്ല. ഓക്കെ, ഇത് കേബിൾ. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനത്തെ ഒരു സാധനം ഓപ്പൺ ചെയ്ത് ഞാൻ വീണ്ടും ഇതൊക്കെ എടുത്തിട്ട് നോക്കുന്നത് എന്താ സംഭവം, ഇത് തുറക്കാൻ പറ്റും, ഇത് പെൻഡ്രൈവോ എന്താണ്ടൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു പിടുത്തവും കിട്ടുന്നില്ല, ഇതെന്താണ്, ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ ഇതൊക്കെ വീണ്ടും തുറന്ന് നോക്കുന്നു. അയ്യോ, കോമഡി ആയിരുന്നു ശരിക്കും. പിന്നെ ഹെഡ്സെറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിലിതുപോലെ പുതിയത് വാങ്ങിക്കുമ്പോൾ ഇതുപോലൊരു പേപ്പർ ഉണ്ടാവുമല്ലോ, അത് മാറ്റിയിട്ട് നമ്മൾ അതിനുള്ളിൽ വെച്ചാൽ മാത്രമേ ചാർജ് ആവത്തുള്ളൂ എന്നുള്ളൊരു കോമൺ സെൻസ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് ഇളക്കിയിട്ട് അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലോട്ട് എടുത്ത് വെച്ചു. അതെടുത്ത് വെച്ചപ്പോഴത്തേക്കിനും അതിനകത്തൊരു റെഡ് ലൈറ്റ് കാണാൻ സാധിച്ചപ്പോൾ എനിക്കൊരു സമാധാനമായിട്ട് ഓക്കെ ശരി അത് വർക്ക് ആകുന്നുണ്ട് എന്നുള്ളൊരു ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു ആത്മനിർവൃതി എനിക്ക് കിട്ടി. ആത്മനിർവൃതി നിങ്ങൾക്ക് കാണാം, കണ്ടു, അത് വർക്കിങ്ങാണ്. ആ ഒരു സംഭവമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് അതിനകത്തിലേക്ക് എല്ലാത്തിൻ്റെ കൂടെ കാണുമല്ലോ ഒരു ഗേറ്റ് ബുക്ക് എന്നൊക്കെ പറയുന്നത്, അതുപോലത്തെ ഒരു സാധനം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സന്തോഷമായി. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരത്തില്ല, ഉള്ള പിക്ചേഴ്സൊക്കെ നോക്കിയൊന്ന് വായിച്ച് സ്റ്റെപ്പൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇതെന്താണ് പിടിപിടി എന്നുള്ളത്. അങ്ങനെ ശരി, ഒരു സമാധാനത്തിൽ ഞാൻ കൊണ്ടുവന്നതിനെ ചാർജ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. സോ ഇനി വരുന്ന വീഡിയോസൊക്കെ ഈ ഒരു മൈക്ക് വെച്ചിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. തുടർന്നുള്ള വീഡിയോസിൽ കുറച്ച് സൗണ്ട് ക്വാളിറ്റീസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് ഇതിനൊന്നും. ഓക്കെ, സോ എൻ്റെ അടുത്ത വെർപ്പിക്കൽസുമായിട്ടൊക്കെ ഞാൻ വരുന്നത് വരേക്കും സ്റ്റേ ട്യൂൺ ഗൈസ്. ഇതുവരെ നിങ്ങൾ തന്നിരിക്കുന്ന സപ്പോർട്ടിനും നിങ്ങളുടെ വലിയ എല്ലാത്തിനും വളരെയധികം ഞാൻ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ലവ് യു ഗൈസ്. ബൈ ബൈ.